ഹലോ, ഒരു ചെറിയ ഫുഡ് വ്ളോഗാണ് കേട്ടോ. ഈ ഫുഡ് വ്ളോഗിന് പിന്നിൽ ചെറിയൊരു കഥയുണ്ട്. ഇന്ന് വൈകുന്നേരം രണ്ട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ പഴയ കാല ഫുഡിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തൃശ്ശൂർ സ്റ്റൈലൊരു ഒരു ഫുഡുണ്ട്. അത് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വറവ് അല്ലെങ്കിൽ ഒരു ഉപ്പേരി. അതിലാണ് കൊപ്പക്കായ അല്ലെങ്കിൽ പപ്പായ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊപ്പക്കായ ഉപ്പേരി, ഇവിടെ നിങ്ങൾ പറയുകയാണെങ്കിൽ പപ്പായ ഉപ്പേരി കേട്ടോ. ഇത് വൈകുന്നേരങ്ങളിലും രാവിലെ കഞ്ഞിക്കൊക്കെ കൂടി ഞങ്ങൾ കഴിക്കുന്നതാണ്, അതായത് കുത്തിക്കാച്ചിയത്. തൃശ്ശൂർ സ്റ്റൈലിൽ കുത്തിക്കാച്ചി വളരെയധികം വിഭവങ്ങളുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ കാരണം ഞങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ വന്നപ്പോൾ എനിക്ക് തോന്നി പിറ്റേ ദിവസം തന്നെ അത് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്ന് തന്നെ അത് ഉണ്ടാക്കി കഴിക്കണമെന്ന് ആഗ്രഹവും തോന്നി. അങ്ങനെ പപ്പായം മേടിച്ച് ഞാൻ നുറുക്കി ആദ്യം തന്നെ ഇത് ചെറു കഷ്ണങ്ങളാക്കി അടുപ്പത്ത് വയ്ക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ട് നന്നായി തിളപ്പിച്ച് അത് വേവിച്ചെടുക്കുക കേട്ടോ. അടച്ച് വയ്ക്കണേ. അതിനിടയിൽ നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു ചെറുതുണ്ട് വെളുത്തുള്ളിയൊക്കെ നുറുക്കി അതിനെ ഗ്രൈൻഡ് ചെയ്യുക. അതായത് നമ്മളുടെ വറ്റൽമുളക് വെച്ചിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്യണം കേട്ടോ. ഇത് വറ്റൽമുളക് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടെ ചെറിയ ഉള്ളി ഇട്ടും അതുപോലെ വെളുത്തുള്ളി ഇട്ട് നന്നായി ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോഴത്തേനും നമ്മളെ പപ്പായ നന്നായി വെന്തിട്ടുണ്ടാവും കേട്ടോ. അത് ചെറിയൊരു അരിപ്പയിൽ ഊറ്റിയെടുക്കുക. അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ചട്ടി നന്നായി ചൂടായതിനു ശേഷം നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വേണ്ടിട്ട് ഇത് ഉണ്ടാക്കണമെങ്കിൽ അതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചാൽ നമ്മൾ ചെറുള്ളിയും വറ്റൽമുളകും ഉള്ളത് നന്നായി മിക്സ് ചെയ്യട്ടോ. നല്ല ചുവന്ന കളർ വേണം. അതിന് ശേഷം കുറച്ച് മുളക് പൊടി കൊണ്ട് ഇടുക. ഈ മുളക് പൊടി ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മണമൊക്കെ മാറിയതിന് ശേഷം വേപ്പില കൂടെ ഇട്ട് കൊടുക്കട്ടോ. വേപ്പില ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അതിൻ്റെ ഉള്ളതിനനുസരിച്ച് ഞാൻ ഇട്ടു. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ച ഈ പപ്പായ അല്ലെങ്കിൽ കൊപ്പക്കായ ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ല ഇതിൽ അങ്ങോട്ട് ആ മുളകും ആ ഉള്ളിയൊക്കെ ഇതിൽ പിടിക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്താ പറയുക, കുറച്ച് നേരം അത് മൂടി വയ്ക്കുക. മൂടി വെച്ച് ഒരു നല്ലൊരു ആവി കയറ്റുക. ആവി കയറ്റി കഴിഞ്ഞാലാണ് അതിന് കറക്റ്റായിട്ട് അതിൻ്റെ വേവൊക്കെ വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ആ സ്മെല്ലും എല്ലാതും പിടിക്കുള്ളൂ. അത് നന്നായി മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സാധനം റെഡിയായി. ഇതാണ് ഞങ്ങളുടെ പപ്പായ അല്ലെങ്കിൽ കൊപ്പക്കായ ഉപ്പേരി കേട്ടോ. പിന്നെ ഞാനവിടെ തലേദിവസത്തെ പരിപ്പ് കറി ഉണ്ടായിരുന്നു. പരിപ്പും കുത്തി കാച്ചിയതാണ്. ഇതും തൃശ്ശൂർ സ്റ്റൈലാണ്. അതും ചോറ് വെച്ച് ഒരു പിടുത്തം പിടിച്ചു. എന്തായാലും ഇത് നിങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്ക്. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ സുഹൃത്തുക്കൾ തമ്മിലുള്ള സംസാരത്തിൽ ഉണ്ടായ ഒരു ഫുഡ് വ്ളോഗാണ്. എന്തായാലും അവർക്കത് കൊടുക്കാനും പറ്റിയില്ല. എന്നാൽ ഞാനതൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഇതിൻ്റെ വീഡിയോ പുറത്തിറങ്ങുമ്പോൾ അവരിൽ നിന്ന് പരാതി ഉണ്ടാവട്ടെ. സൂപ്പർ, നിങ്ങളെല്ലാവരും പരിശോധിക്കട്ടെ.